ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അക്കുട്ടി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീഡിയോയിൽ ആദ്യമേ തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ 2024 ഒരു തട്ടുകട തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിനെ പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. തട്ടുകട നടത്തിയായിരുന്നു കുറച്ച് നാൾ. അത് നടത്തിക്കൊണ്ടിരുന്നപ്പം നേരത്തെ അച്ഛന് സ്ട്രോക്ക് വന്ന് വയ്യാതെ ഒക്കെ ഇരുന്ന ആളാണെങ്കിലും ഞാനും അമ്മയും കൂടി ഈ തട്ടുകട തുടങ്ങാൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കൂട്ടിന് അവിടെ കടയിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കാല് തൂക്കിയിട്ടിരുന്ന അച്ഛന് ഇത് ഷുഗറുള്ളതായിരുന്നു. അങ്ങനെ കാല് ഒരു കുമിള പോലെ വന്ന് അത് പൊട്ടി. പിന്നെ ഷുഗറുള്ളത് കാരണം കാലുമായിട്ട് ഒത്തിരി വിഷയമായിപ്പോയി. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലും തൃശ്ശൂരും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേ ഓടി. അങ്ങനെ കാല് രക്തയോട്ടം ഇല്ലായിരുന്നു, മുട്ടിന് താപ്പുറത്തോട്ട്. അങ്ങനെ കട കൃത്യമായിട്ട് ഞങ്ങൾ രാവിലെ മുതൽ എൻ്റെ കുഞ്ഞിന് 8 മാസം ഉള്ളപ്പോഴായിരുന്നു ഞങ്ങൾ ഈ തട്ടുകട തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയത്. പക്ഷേ വലിയൊരു പ്രതീക്ഷയോടാണ് നമ്മൾ എല്ലാം ചെയ്തത്. ഞങ്ങൾ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളും എല്ലാം ഇഷ്ടമാണ്. പക്ഷെ കച്ചവടം മോശമായിട്ട് റെയിൽവേ ഉള്ളത് കാരണം വണ്ടിയെല്ലാം വരുമ്പോഴേ റെയിൽവേയുടെ സിഗ്നൽ നോക്കി സ്പീഡിൽ അങ്ങ് പോവും. ആരും വണ്ടിയൊന്നും നിർത്താതെ. അങ്ങനെ 5 രൂപ കടികളുടെയും ഒക്കെ ആയിരുന്നു ഞങ്ങൾ കട തുടങ്ങിയത്. പക്ഷേ നിർത്തേണ്ടി വന്നു. അച്ഛന് മിക്ക ദിവസവും ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങളൊരു റൂമും കൂടെ എടുത്തായിരുന്നു ഇത് തുടങ്ങിയതൊക്കെ. പക്ഷേ അത് നിന്നുപോയി. 2 മാസം ഞങ്ങൾ പരമാവധി കച്ചവടങ്ങൾ ചെയ്തു. പക്ഷേ പിന്നെയും കടത്തിലോട്ട് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വരുമാനത്തിന് ഞാൻ ഇറങ്ങി തിരിച്ചത്. പക്ഷേ അത് ഇല്ല. അച്ഛന് വയ്യാതെ വന്നതോടെ അച്ഛൻ്റെ കൂടെ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് അതങ്ങനെ കച്ചവടം ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെയും ഞങ്ങളങ്ങനെ ആ കട അവിടെ നിർത്തി. പക്ഷേ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു തകർന്നു പോയൊരു സ്വപ്നമാണ് അത്. എല്ലാ ഫ്രണ്ട്സുമായിട്ടൊന്ന് പങ്കുവെച്ചു. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും, ഞങ്ങളുടെ ഫാമിലിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞങ്ങൾക്കും നല്ലൊരു വീട് വെക്കണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അതെൻ്റെ പപ്പ ഉള്ളപ്പോൾ തന്നെ സാധിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ പപ്പ ഞങ്ങളെ വിട്ടുപോയി. ഇപ്പം കുറച്ച് നാളായി ഞാനിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഞാനിങ്ങനെ തമാശയ്ക്കൊക്കെ ആണെങ്കിലും പറയാം, അപ്പം ഞാനും ഒരു ചാനലൊക്കെ തുടങ്ങി, നമുക്കും ഒരു വീടൊക്കെ വെക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് സാധിച്ചില്ല. അപ്പം രണ്ടാമത്തെ സ്ട്രോക്ക് വലിയ രീതിയിൽ വന്ന് ഒരു വശം തളർന്ന് 4 മാസം കിടന്ന് മിണ്ടാതെ ഒന്നും. അച്ഛൻ്റെ ശബ്ദം ഇപ്പം കേട്ടിട്ട് ഒരു 7 മാസത്തോളം ഞങ്ങൾ സംസാരമേ കേട്ടിട്ടായി. ഒന്നും മിണ്ടാതെ ഒരു ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. വയ്യാതെ സംസാരിക്കാതെ പോലും ആയിട്ടൊരു 4 മാസം കിടന്ന് കട്ടിലിൽ ഒരു വശം തളർന്ന്. മെയിൻ ഒരു ഞരമ്പായിരുന്നു പപ്പയുടെ പൊട്ടിപ്പോയത്. അങ്ങനെ ഞങ്ങളോടൊന്നും എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, പപ്പായ്ക്ക് ഞങ്ങളോട് പലതും പറയണമെന്നുണ്ടെന്ന്, അമ്മയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്നും എല്ലാം പറയണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കും. പക്ഷേ ഒന്നും സംസാരിക്കാതെ ഞങ്ങളെ വിട്ട് ഞങ്ങളുടെ പപ്പ ഫെബ്രുവരി 14 പോയി. അപ്പം പപ്പ പോയെങ്കിലും ഞാൻ ഒരു 2 മാസം ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ കാര്യങ്ങളും എനിക്ക് നോക്കണം. പപ്പായെ നോക്കിയതുപോലെ തന്നെ എൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കണം. അപ്പം ഇതുവരെ ഞങ്ങൾ ജീവിച്ചത് ഒരു ഷെഡിലാണ്. അപ്പം ഈ ഷെഡിൻ്റെ സ്ഥാനത്ത് ഒരു കുഞ്ഞു വീട് എന്നുള്ളൊരു സ്വപ്നത്തോടെയാണ് ഞാൻ
ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. പിന്നെ എല്ലാം കാണുന്ന പ്രേക്ഷകരുടെ കയ്യിലും ഫ്രണ്ട്സിൻ്റെ കയ്യിലുമാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ആ കടയ്ക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാം പല രീതിയിലും ഞങ്ങൾ പരീക്ഷിച്ചു. ചൂട് കൂടിയ സമയത്ത് നാരങ്ങ വെള്ളം കച്ചവടം ചെയ്തു. പിന്നെ 5 രൂപ കടികൾ, എണ്ണക്കടികളെല്ലാം ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടി ചെയ്തു. പൊതിച്ചോറ് കൊടുത്തു. രാത്രിയിൽ തട്ടുദോശയുടെ പരിപാടികൾ ചെയ്തു. എല്ലാവർക്കും ഫുഡും കാര്യങ്ങളും ഇഷ്ടം. പക്ഷേ കുറച്ച് ആളുകൾ എല്ലാവർക്കും കടയിൽ വരണമെന്നുണ്ട്. പക്ഷേ ഈ റെയിൽവേ മുക്കടയെന്ന് പറഞ്ഞ ജംഗ്ഷനിലെ റെയിൽവേ ക്രോസ് അവർക്ക് പെട്ടെന്ന്, അതും സ്റ്റേഷൻ അടുത്തായത് കാരണം ഒരുപാട് ട്രെയിനുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്തത്. അപ്പോൾ അത് കാരണം എല്ലാവർക്കും പെട്ടെന്ന് ക്രോസ് കടക്കേണ്ടത് കൊണ്ട് കടയുടെ അവിടെ നിർത്താതെ മിക്കവരും പോകും. പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ലൈസൻസും ഒക്കെ എടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ അത് തുടങ്ങിയത്. ഒരുപാട് സങ്കടത്തോടെയായിരുന്നു ആ കടയുടെ താക്കോല് തിരിച്ചു കൊടുത്തതും എല്ലാം. എല്ലാം അഴിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നതുപോലെയായിരുന്നു ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നീട് കഴിഞ്ഞ 2024 പറയുന്നത് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അച്ഛൻ്റെ കാല് ഒന്ന് സുഖമായി 1 മാസം ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഒന്ന് ആശ്വസിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ പപ്പായ്ക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഒരു വശം തളർന്നു. അതുവരെയും വയ്യാതാവുന്നതിന് 1 മാസം മുമ്പ് വരെയും പണ്ട് 2019 ഒരു സ്ട്രോക്ക് വന്നതാണെങ്കിലും ബൈക്ക് ഓടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഷെഡ് പോലും അച്ഛൻ പണിയാനും ഒക്കെ ഒരുപാട്, എൻ്റെ മേൽക്കൂരയൊക്കെ പണിയാൻ ഒരുപാട് കഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ ഈ രണ്ടാമത് ഇങ്ങനൊരു സ്ട്രോക്ക് വരുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. എന്ത് ഇതാണെങ്കിലും മരുന്ന് ഒരു കാരണവശാലും ഞങ്ങൾ മുടക്കത്തില്ലായിരുന്നു. പക്ഷേ അച്ഛന് ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴും എന്തോ ബ്ലഡിന് ഭയങ്കര കട്ടി പോലെ തോന്നിയപ്പോൾ അവർ സൂചിപ്പിച്ചതായിരുന്നു അച്ഛനോട്, വല്ലാതെ എന്തോ ട്രൈഗ്ലിസറൈഡ് എന്തോ കൂടുതലാണെന്ന് തോന്നുന്നു അച്ഛാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങളാരും കൂടെ ചെല്ലാം, കുഴപ്പമില്ല, ഇവിടെ അടുത്ത് ലാബല്ലേ, തന്നെ പൊക്കോളാമെന്ന് പറയും. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ ലാബിലെ ആ ചേച്ചി പറഞ്ഞു അച്ഛനോട്, അച്ഛാ ഇത് സൂക്ഷിക്കണം, ഡോക്ടറെ കാണും. അപ്പോൾ പറഞ്ഞു, ഇപ്പം തന്നെ ഞാൻ ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട്, ഇങ്ങനെ അങ്ങ് പോട്ടെന്ന് പറഞ്ഞു. അച്ഛന് പറഞ്ഞില്ല, എല്ലാം ദൈവനിശ്ചയം പോലെയല്ലേ നടക്കും. അങ്ങനെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പം അച്ഛനും അമ്മയും ഒക്കെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് കഴിക്കുന്നതാണെങ്കിൽ ആഴ്ചയിൽ അവർ അത് ഒരു 2 വട്ടമെങ്കിലും BP ഷുഗറും നോക്കുകയും ഒക്കെ ചെയ്യണം. അല്ലാതെ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇരിക്കാതെ. എൻ്റെ പപ്പായ്ക്കും 3 നേരം പ്രഷറിന് മരുന്ന് കഴിക്കേണ്ട രീതിയിൽ ഇതുണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നേരം മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ഹെൽത്തിൽ നിന്ന് മരുന്ന് തന്നത്. ഒരു ഡോക്ടർ ആ സമയത്ത് അത്രേ ഉള്ളായിരുന്നായിരിക്കാം. പക്ഷേ എല്ലാം അങ്ങനെ ഒരു ദിവസം രാവിലെ അന്ന് തളർന്ന് വീഴുന്ന അന്ന് BP ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ 210 ഉണ്ട്. എന്നാൽ അന്ന് തലേദിവസം രാത്രിയിലും എല്ലാ മരുന്നും കഴിച്ചിട്ട് കിടന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ആണെന്നറിയില്ല. പക്ഷേ കറക്റ്റ് 5 വർഷം കഴിഞ്ഞപ്പോൾ പണ്ട് വന്ന ആ മാസം തന്നെയാണ് അച്ഛന് ഈ സ്ട്രോക്ക് വന്നത്. അപ്പം വന്നവർക്ക് വീണ്ടും വീണ്ടും വരാനും ചാൻസ് കൂടുതലാണെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞപ്പം അങ്ങനെ മരുന്ന് കഴിക്കുന്ന അച്ഛനോടും അമ്മമാരോടും അവരെല്ലാ മക്കളോടും എല്ലാം പറയാനുള്ളത്, അത് നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാര്യത്തിൽ കുറേയും കൂടി ശ്രദ്ധ കൊടുക്കണം. കാരണം ഇല്ലാതായി കഴിയുമ്പോഴേ നമുക്ക് ആ സങ്കടം മനസ്സിലാവത്തുള്ളൂ. ഇന്ന് പപ്പ 4 മാസം മിണ്ടാതെ കിടന്നപ്പോഴും ഞങ്ങൾക്കൊരു കൂട്ട് ഉണ്ടെന്നുള്ളൊരിതായിരുന്നു. പക്ഷെ ഇപ്പം സംസാരിക്കാതായതോടെയാണ് ഏറ്റവും സങ്കടം.